ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്പോർട്സ് മൂവി, ഓസ്കാറിലൊക്കെ മിന്നിത്തിളങ്ങുന്ന ഒരു മൂവിയുടെ ഒരു കഥയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വൈകാതെ തന്നെ സിനിമയുടെ കഥയിലേക്ക് പോകാം. ടെന്നീസ് ഇതിഹാസങ്ങളായ വീനീസിന്റെയും സെറീന വില്യംസിന്റെയും പിതാവും പരിശീലകനുമായ റിച്ചാർഡ് വില്യംസിന്റെ അസാധാരണ കഥ വിവരിക്കുന്നു. റെയ്നാൾഡോ മാർക്കോസ് ഗ്രീൻ സംവിധാനം ചെയ്ത് 2021 ജീവചരിത്ര സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് കിങ് റിച്ചാർഡ്. തന്റെ പെൺമക്കളുടെ വിജയത്തിനായുള്ള റിച്ചാർഡിന്റെ അചഞ്ചലമായ അർപ്പണബോധവും സാമൂഹികവും വ്യക്തിപരവുമായ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് അവരുടെ മഹത്വത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിർണായക പങ്കും ഈ സിനിമ ചിത്രീകരിക്കുന്നു. ദീർഘവീക്ഷണമുള്ള ഒരു പിതാവ് റിച്ചാർഡ് വില്യംസ്, വിൽ സ്മിത്താണ് അവതരിപ്പിച്ചത്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. കാലിഫോർണിയയിലെ കോംപ്ടണിൽ താമസിക്കുന്ന ദൃഢനിശ്ചയവും അചഞ്ചലവുമായ പിതാവാണ്. തന്റെ പെൺമക്കളായ വീനസ്, സാനിയ സിഡ്നിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സെറീന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഡെമി സിംഗിൾട്ടൺ ആണ് ചെയ്തിരിക്കുന്നത്. എന്നിവരാണ് അദ്ദേഹത്തിന്റെ വ്യക്തവും അതിമോഹവുമായ കാഴ്ചപ്പാടുണ്ട്. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ റിച്ചാർഡ് അവരെ ടെന്നീസ് ചാമ്പ്യന്മാരാക്കാൻ 78 പേജുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. കുടുംബത്തിന്റെ വിഭവങ്ങളുടെ അഭാവവും കായിക രംഗത്തിന്റെ പ്രത്യേക സ്വഭാവവും ഉണ്ടായിരുന്നിട്ടും റിച്ചാർഡിന്റെ രീതികൾ പാരമ്പര്യമാണ്. എന്നാൽ കഠിനാധ്വാനം, അച്ചടക്കം, വിദ്യാഭ്യാസത്തിന്റെയും സ്വഭാവത്തിന്റെയും പ്രാധാന്യം എന്നിവയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ആഴത്തിൽ വീഴുന്നതാണ്. പെൺകുട്ടികളെ പരിശീലിക്കുന്നതിലും പിന്തുണയ്ക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു. ഭാര്യ ഒർസിൻ ബ്രാൻഡി പ്രസിനൊപ്പം ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വജാനു ഏലിയസ് ആണ്. അദ്ദേഹം പൊതു ടെന്നീസ് കോർട്ടുകളിൽ വിനീസിനെയും സെറീനയും അശ്രാന്തമായി പരിശീലിപ്പിക്കുന്നു. പലപ്പോഴും സംശയങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരുന്നു. വീനീസും സെറീനയും അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചൂഷണത്തിൽ നിന്നും പൊള്ളലിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള റിച്ചാർഡിന്റെ ദൃഢനിശ്ചയം അവനെ ധീരവും ചിലപ്പോൾ വിവാദവുമായി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ അവരുടെ വിദ്യാഭ്യാസത്തിനും മാനസിക ക്ഷേമത്തിനും മുൻഗണന നൽകി ലാഭകരമായ സ്പോൺസർഷിപ്പ് ഓഫറുകൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ നിരസിക്കുന്നു. കുടുംബം, വംശീയത, സാമ്പത്തിക പോരാട്ടങ്ങൾ, പ്രധാനമായും വെള്ളക്കാരും ഉന്നതരുമായ കായിക വിനോദങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള വെല്ലുവിളികൾ എന്നിവയെ അഭിമുഖീകരിക്കുന്നു. അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്ന പ്രശസ്ത ടെന്നീസ് പരിശീലകനായി റിക് മാച്ചി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജോൺ ബെൽതൻ ആണ്. റിക് മാച്ചിയുമായി റിച്ചാർഡ് ഒടുവിൽ വിനീസിന്റെ പ്രൊഫഷണൽ കോച്ചിങ് ഉറപ്പാക്കുന്നു. എന്നിരുന്നാലും തന്റെ പെൺമക്കളുടെ കരിയറിലെ നിയന്ത്രണം നിലനിർത്തണമെന്ന് റിച്ചാർഡ് നിർബന്ധിക്കുന്നു. ഇത് പിരിമുറുക്കത്തിന് കാരണമാകുന്നു. പക്ഷേ ആത്യന്തികമായി അവരുടെ വിജയത്തിന് അത് സഹായകമാണെന്ന് തെളിയുന്നു. സിനിമ പ്രത്യേകിച്ച് വിനീസിന്റെ കരിയറിലെ ആദ്യകാലങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വെറും 14 വയസ്സുള്ള അവരുടെ പ്രൊഫഷണൽ അരങ്ങേറ്റത്തിൽ കലാശിക്കുന്നു. അണ്ടർ ഡോഗ് ആണെങ്കിലും വിനീസ് മികച്ച റാങ്കിലുള്ള കളിക്കാർക്കെതിരെ മത്സരിക്കുകയും പ്രചോദനമായി മാറുകയും ചെയ്യുന്നു. ഇത് ടെന്നീസിലെ പരിവർത്തന ശക്തിയായ വില്യംസിന്റെ സഹോദരിമാരുടെ വരവിൽ സൂചന നൽകുന്നു. ഒരു പിതാവിന്റെ പാരമ്പര്യം എല്ലാ വിജയങ്ങളിലും പരാജയങ്ങളിലും തന്റെ പെൺമക്കളിലും അവരുടെ കഴിവുകളിലും റിച്ചാർഡിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. കഥയെ നയിക്കുന്നതും വിനീസിന്റെയും സെറീനയുടെയും അവിശ്വസനീയമായ പ്രതിഭ മാത്രമല്ല, അവരുടെ ചരിത്ര വിജയത്തിന് അടിത്തറയിട്ട റിച്ചാർഡിന്റെ വഴങ്ങാത്ത സ്നേഹവും കാഴ്ചപ്പാടും ത്യാഗവും ഈ ചിത്രം ആഘോഷിക്കുന്നു. തീമുകൾ: കുടുംബവും ത്യാഗവും. കുടുംബ പിന്തുണയുടെ ശക്തിയും കുട്ടികളുടെ ഭാവിക്കായി മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗവും സിനിമ അടിവരയിടുന്നു. പ്രതിനിധീകരിക്കാത്ത കമ്മ്യൂണിറ്റികൾ നേരിടുന്ന വെല്ലുവിളികളെ, തടസ്സങ്ങൾ തകർക്കാൻ ആവശ്യമായ ദൃഢനിശ്ചയവും ഇത് എടുത്തു കാണിക്കുന്നു. ഒരു മാതാപിതാക്കളുടെ സങ്കീർണമായ പങ്ക്. റിച്ചാർഡിന്റെ കഥാപാത്രം സൂക്ഷ്മതയോടെ പ്രതികരിച്ചിരിക്കുന്നു. ഒരു പിതാവും ഉപദേഷ്ടാവും എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കുറവുകളും പ്രശംസനീയമായ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്നു. സ്വീകാര്യനും അനുമോദനങ്ങളും. മികച്ച നടനുള്ള അക്കാദമിക് അവാർഡ് നേടിയ റിച്ചാർഡ് വില്യംസായി വിൽ സ്മിത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. പ്രചോദനപരമായ ആഖ്യാനത്തിനും വൈകാരിക ആഴത്തിനും ആകർഷകമായ പ്രകടനത്തിനും ചിത്രം പ്രശംസിക്കപ്പെട്ടു. വിനീസിന്റെയും സെറീന വില്യംസിന്റെയും അസാധാരണമായ യാത്രയുടെയും എല്ലാ പ്രതിസന്ധികളുടെയും എതിരായി അവരുടെ മഹത്വത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ പിതാവിന്റെ ശാശ്വതമായ സ്വാധീനത്തിന്റെ തെളിവായി ഇത് നിലകൊള്ളുന്നു. ഈ സിനിമ ഇതാണ്. കാരണം ഒരു പിതാവും മക്കളും തമ്മിലുള്ള ഇമോഷണൽ ട്രാക്ക്, അദ്ദേഹത്തിന്റെ പിതാവിന് അവരിൽ നിന്നുണ്ടാവുന്ന ഒരു വിശ്വാസം,
അവരിലേക്ക് ജനിക്കുന്ന മുമ്പേ അവരിലേക്ക് ഒരു പ്ലാൻ ഇടുന്നു. അത് വെൽ പ്ലാൻ ആയിട്ട് മാറി പിന്നെ അത് സക്സസ് ആയി മാറുന്നു. അതിൽ അഭിമാനം കൊള്ളുന്നു. ആ അഭിമാനം കൊള്ളുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെന്താ പറയുക, അദ്ദേഹം നേരിടുന്ന അവഹേളന, പിന്നെ അദ്ദേഹം നേരിടുന്ന കുറേ അധികം നമുക്ക് എന്താ പറയുക ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയാത്ത രീതിയിലുള്ള അവഗണനയും എന്താ പറയുക പാഴ്വാക്കുകളും എന്താ പറയുക അദ്ദേഹത്തിന്റെ പിടിവാശി, ഇതെല്ലാം വളരെ വ്യക്തമായി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്തുകൊണ്ടെന്നാൽ കാരണം അക്കാഡമിക് അവാർഡ് പോലെയുള്ള അവാർഡ് മികച്ച നടന് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ ബ്രില്യൻസ് ആണ്. കാരണം അതിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസിന്റെ ബേസിലാണ്. കാരണം അത്രമാത്രം ബ്രില്യൻ പെർഫോമൻസ് ആയി സിനിമ. അപ്പൊ നിങ്ങൾ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണുക, വളരെ ക്ലാസ് എന്റർടൈനർ ആണ്. കാരണം അത്രമാത്രം ഒരു കിങ് റിച്ചാർഡ് ആയിട്ട് ശരിക്കും വിൽ സ്മിത്ത് എന്താ പറയാ അഴിഞ്ഞാടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ശരിക്കും അഭിനയിക്കല്ലേ, ജീവിച്ചു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചവരാണെങ്കിലും മക്കളായിട്ട് വീന വില്യംസിന്റെയും സെറീന വില്യംസിന്റെ ആ ഒരു ക്യാരക്ടർ പിള്ളേരാണെങ്കിലും വളരെ ഗ്രേറ്റ്. ശരിക്കും നല്ല ഒന്നൊന്നര സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയൊക്കെ കാണാതിരിക്കുമ്പോൾ ആ വലിയ നഷ്ടമായിട്ട് തോന്നും. കാരണം ഇത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ട് മൂവീസ് ഒക്കെ വന്നിട്ട് നമ്മൾ കണ്ടിരുന്നതാണ് വളരെ മോശമായിരിക്കും. സോ അപ്പൊ നിങ്ങൾ ഈ മൂവി കാണും, കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ മൂവി, സ്പോർട്സ് മൂവിയോ അല്ലെങ്കിൽ എനി ജോണർ മൂവി നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ജസ്റ്റ് മെൻഷൻ ഇറ്റ്. ഐ ഓൾസോ നീഡ് ടു വാച്ച് ദാറ്റ്. ബൈ, സീ യു. താങ്ക് യു.